സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ഔദ്യോഗികമായിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വിശദീകരണം ഒന്നും വന്നിട്ടില്ല. പ്രധാനമായിട്ട് ഇപ്പോൾ ഡൽഹിയിലെ CRPF DG പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നില്ല, അന്വേഷണം നടക്കുകയാണ്, സ്ഥലത്ത് പരിശോധന പുരോഗമിക്കുകയാണെന്നാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹിയിലെ പ്രധാന എന്തായാലും പോലീസ് മേധാവിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ CRPF DG-മായിട്ടൊക്കെയും സംസാരിച്ചിട്ടുണ്ട്, സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഡൽഹിയിൽ അടക്കമുള്ള അതോടൊപ്പം തന്നെ കൊൽക്കത്ത, മുംബൈ അടക്കമുള്ള ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ സിറ്റികളിലൊക്കെയും അതീവ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്താൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസമാണ് നിരവധി പേരെ അറസ്റ്റ് ചെയ്യുന്നത്. അതായത് ഗുജറാത്തിൽ നിന്ന് 3 പേരെ അറസ്റ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ഡൽഹി ഫരീദാബാദിൽ നിന്ന് 2 പേരെ അറസ്റ്റ് ചെയ്തു. ജമ്മു കാശ്മീരിൽ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തു. അത്തരത്തിൽ നിരവധി പേരെ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിലെ ATS അറസ്റ്റ് ചെയ്തിരുന്നു. അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യമടക്കം ഇപ്പോൾ പരിശോധിക്കുകയാണ്. 7ഓളം പേരെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ആണോ ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വിശദീകരണമാണോ ഇതുമായി ഉള്ളതെന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മേഖലയിലേക്കുള്ള വാഹന ഗതാഗതം പൂർണ്ണമായി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അതീവ സുരക്ഷാ മേഖല ആക്കിയിരിക്കുകയാണ്. ഈ മേഖലയുടെ ഇപ്പോൾ പൂർണ്ണ സുരക്ഷാ ഉത്തരവാദിത്വം ഇപ്പോൾ NSG ഏറ്റെടുത്തിരിക്കുകയാണ്. NSG കമാൻഡോസ് ആണ് ഇപ്പോൾ ഇവിടുത്തെ സുരക്ഷാ ചുമതല നിർവഹിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ അതീവ സുരക്ഷാ മേഖലകളിൽ മാത്രമാണ് NSG കമാൻഡോസിനെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ നിയമിക്കുന്നത്. അവരാണ് ഇപ്പോൾ ഈ മേഖലയുടെ സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അരവിന്ദ് സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഡൽഹിയിലെ തന്നെ ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ റെഡ് ഫോർട്ട് എന്ന് പറയുന്നത്. അവിടെ ഇത്തരം ഒരു പൊട്ടിത്തെറി ഉണ്ടായതിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്ത് തരം പൊട്ടിത്തെറിയാണ് ഉണ്ടായത് എന്നാണ് ഇനിയിപ്പോൾ വ്യക്തത വരുത്തേണ്ടത്. 8 പേരാണ് നിലവിൽ മരിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുനിന്ന് റിപ്പോർട്ട് പറയുന്നത്. 12 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 24 പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ 6 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇവരെയൊക്കെയും LNJP ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 6 പേരെ തീവ്ര ഗുരുതര വിഭാഗത്തിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ സ്ഥലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധന മറ്റു സ്ഥലങ്ങളിൽ നടത്തുക. ഡൽഹിയിലെ തന്നെ മറ്റു ചില സ്ഥലങ്ങളിൽ ഇന്ത്യ ഗേറ്റ്, അതോടൊപ്പം തന്നെ രാഷ്ട്രപതി ഭവൻ, പാർലമെന്റ് വളപ്പടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും പരിശോധന പുരോഗമിക്കുകയാണ്. ഡൽഹിയിലെ തന്ത്രപ്രധാനമായിട്ടുള്ള ആരാധനാലയങ്ങളടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ വലിയ ജനക്കൂട്ടം പല സ്ഥലങ്ങളിലും പല മേഖലകളിലും വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൽഹി നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വളരെ വലുതാണ്. അപ്പോൾ അത്തരത്തിൽ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും അട്ടിമറി സാധ്യത എന്തായാലും പോലീസും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സർക്കാരും മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോലീസ് മേധാവിയുമായിട്ടൊക്കെയും സംസാരിച്ചിരിക്കുന്നത്. എന്തെങ്കിലും അട്ടിമറി ശ്രമം ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള കാര്യത്തെപ്പറ്റി വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. അത് അല്പസമയത്തിനകം ഡൽഹി പോലീസ് വ്യക്തത വരുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. 4 കിലോമീറ്റർ ദൂരത്തോളം ഇതിന്റെ ശബ്ദമുണ്ടായി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ എന്തുമാത്രം വലിയൊരു പൊട്ടിത്തെറിയാണ്, ഉഗ്ര സ്ഫോടനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ റെഡ് ഫോർട്ട് പരിസരം പൂർണ്ണമായിട്ടും പോലീസ് വലയത്തിലായി കഴിഞ്ഞു. ഇവിടേക്കുള്ള ജനങ്ങളുടെ പ്രവേശനം പൂർണ്ണമായിട്ടും നിരോധിച്ചു കഴിഞ്ഞു. ഇവിടെയുള്ള ജനങ്ങളെയൊക്കെയും ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞു. പരിശോധന ഇപ്പോൾ പോലീസ് ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ പരിശോധന നടത്തുകയാണ്. അതോടൊപ്പം തന്നെ NIA ഇപ്പോൾ സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് എന്തെങ്കിലും ഒരു അട്ടിമറി സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉടൻ തന്നെ NIA സ്ഥലത്തേക്ക് എത്തി പരിശോധന ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് 7 പേരെയാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഇവർക്ക് നേരിട്ട് IS മൊഡ്യൂളുമായി ബന്ധമുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. വിവിധ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന ATS തീവ്രവാദ വിരുദ്ധ സേന വ്യക്തമാക്കിയത് ഇവർക്ക് ഇതിൽ 3 പേർക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ച 3 പേർക്ക് IS മൊഡ്യൂളുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജമ്മു കാശ്മീരിൽ നിന്ന് ഒരു ഡോക്ടറിനെ അടക്കം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് ഇവരുടെ പക്കൽ നിന്നും IED നിർമ്മിക്കുന്നതിന് ആവശ്യമായ അമോണിയം അടക്കമുള്ള സാധനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പരിശോധനയൊക്കെയും നടത്തുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്തെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയിൽ വലിയ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പരിശോധന മറ്റു മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. കൊൽക്കത്ത, മുംബൈ, ഡൽഹി അടക്കമുള്ള രാജ്യത്തെ മെട്രോപൊളിറ്റൻ സിറ്റികളിലെല്ലാം തന്നെ പരിശോധന ഊർജിതമാക്കാൻ വേണ്ടിയുള്ള അടിയന്തര നിർദ്ദേശം നൽകി കഴിഞ്ഞു. പ്രത്യേകിച്ച് ഡൽഹിയിലെ തന്നെ മറ്റു ചില സ്ഥലങ്ങളിൽ, അതായത് ഈ സേനയുടെ ആസ്ഥാനങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ മന്ത്രിമാരുടെ വസതികളുണ്ട്, പ്രധാനമന്ത്രിയുടെ വസതിയുണ്ട്, അതോടൊപ്പം തന്നെ രാഷ്ട്രപതിയുടെ വസതിയുണ്ട്. ഈ മേഖലകളെല്ലാം തന്നെ അതീവ സുരക്ഷാ മേഖലയാക്കിയിരിക്കുകയാണ്. കൂടുതൽ സേനയെ ഇവിടേക്ക്
തിരിച്ചിരിക്കുകയാണ്. അതീവ സുരക്ഷയായപ്പോൾ രാജ്യ തലസ്ഥാനം മാറിയിരിക്കുകയാണ്. എന്തായാലും ഇതിനുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് കാരണമാണ് ഉണ്ടായത് എന്നുള്ളത് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. അതിന്മേലുള്ള വ്യക്തത അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും. എന്തായാലും ഇപ്പോഴും IED ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഫോടന വസ്തുക്കളാണോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കാർ പൊട്ടിത്തെറിച്ചതാണോ എന്നുള്ള ചില സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാർ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ സമീപത്തുണ്ടായിരുന്ന 12ഓളം വാഹനങ്ങൾക്ക് ഇത്ര വലിയ കേടുപാടുകൾ എങ്ങനെ സംഭവിക്കും എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമായി തന്നെ തുടരുകയാണ്. അതിനുള്ള അന്വേഷണമാണ് ഇനിയിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിഷാദ്. ശരി.